ഹലോ. ഇത് കുട്ടിയാനെയാണ്. ഇത് പേരെന്തും അറിയാമോ? അങ്ങനെ നമ്മൾ കുട്ടവഞ്ചിയിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. കണ്ടോ വെള്ളം കണ്ടോ? ഹലോ ഗൈസ്. ഹലോ, എല്ലാ കൂട്ടുകാർക്കും മൈ ക്യാപ്സൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെയ്യാർ റിസർവോയറിലെ വെള്ളത്താലും ഈർപ്പമുള്ള ഇലകൊഴിയുന്ന വനങ്ങളാലും പുൽമേടുകളാലും 56 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന കൊട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാടിനടുത്താണ് ഈ കൊട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും പുരാണങ്ങളിലും സംസ്കാരത്തിലും എല്ലാം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ആനകൾ എന്ന് പറയുന്നത്. ആനയുടെ സാന്നിധ്യമില്ലാത്തൊരു ഉത്സവം നമുക്ക് കേരളത്തിൽ സങ്കല്പിക്കുവാൻ പോലും കഴിയില്ലല്ലേ. ഇത്തരത്തിൽ ആനകളെ കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. (2006) എലിഫന്റ് സാഞ്ചുറിയായി തുടങ്ങി പിന്നീട് കേരള ഗവൺമെൻറ് 2019 ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള റീഹാബിലിറ്റേഷൻ സെൻ്ററായിട്ട് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമായിട്ട് ഇത് മാറും. ആനകളെ കുളിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നത് രാവിലെ 9:30-നും 11:30-നും ഇടയിലുള്ള സമയമാണ്. ഈ സമയമാണ് കേന്ദ്രം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ സന്ദർശകർക്കും പാപ്പാന്മാർക്ക് കൈത്താങ്ങാവാൻ സാധിക്കും. ഉരുളകളുടെ ആകൃതിയിൽ പാകം ചെയ്ത ചോറും ശർക്കരയുമാണ് ആനകൾക്ക് നൽകുന്നത്. പാപ്പാന്മാർ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ വളരെ ആനന്ദകരമാണ്. സന്ദർശകർക്കും സമീപത്ത് പോയി ആനന്ദകരമായ കാഴ്ച കണ്ട് ആസ്വദിക്കാൻ അനുവാദമുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പരിക്കേറ്റ ആനകൾക്കും രോഗം വന്ന ആനകൾക്കും ഇതൊരു അനാഥാലയം പോലെയാണ്, അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ഹോം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇവിടെ ഒരേ സമയം 30 ആനകളെ ഇതുപോലെ പരിപാലിക്കാൻ കഴിയും. വിദഗ്ധമായൊരു സംഘമാണ് അവയെ പരിപാലിക്കുന്നത്. ആനസവാരിയാണ് ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു വിനോദം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് താമസിക്കുവാനായി കോട്ടേജുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ പരിസരത്തായി ക്യാൻറ്റീനും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റൊരു വിനോദം എന്ന് പറയുന്നത് പെഡൽ ബോട്ട്, അതുപോലെ തന്നെ കുട്ടവഞ്ചി, അതുപോലെ തന്നെ മുള റാഫ്റ്റിംഗ്, ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ റിസർവ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കുട്ടവഞ്ചി എടുത്തുനിന്ന് കറങ്ങാനായിട്ട് പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടവഞ്ചിയിലേക്ക് കയറാനായിട്ട് പോവാണ്. ലൈഫ് ജാക്കറ്റ് ഇതാണ്. അങ്ങനെ നമ്മൾ കുട്ടവഞ്ചിയിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. ആദി ശിവകുട്ട, നമ്മളെന്തോതിലാ പോന്നേ? കുട്ടവഞ്ചിയിൽ. എന്തോ ഇങ്ങോട്ട് നോക്കി പറ. കണ്ടോ വെള്ളം കണ്ടോ?
ആയിട്ടിയ ഹലോ ഗൈസ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യാനും രാവിലെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. ഒരുപാട് വെയിലൊക്കെ ആയാലും നമുക്ക് നല്ല ചൂടായിരിക്കും കുട്ടവഞ്ചിയിൽ. പെഡൽ ബോട്ടിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. കുട്ടവഞ്ചിയിലൊക്കെ യാത്ര ചെയ്യുന്നവർ രാവിലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം ടൈമിലോ ആ ടൈമിൽ നോക്കുക, അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. ഏഴാമ്പലുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, പിന്നെ ഇഷ്ടംപോലെ മലം പാമ്പുകളുണ്ട്. കുട്ടവഞ്ചിയിലുള്ള യാത്ര നമുക്ക് വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. കുട്ടവഞ്ചിയിൽ നമുക്ക് 4 മുതിർന്നവർക്കും 2 കുട്ടികൾക്കും അടക്കം 400 രൂപയാണ് ചാർജ് ആയത്. അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ട്രെക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 3 കിലോമീറ്റർ ദൂരമുള്ള ട്രെക്കിംഗ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കിഴക്കുമല പാറയുടെ മുകളിലേക്കാണ്. ഇവിടെയുള്ള ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്കൊരു പ്രത്യേക കളിസ്ഥലം തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഫാമിലിയുമൊത്ത് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ആനയെക്കുറിച്ച് പഠിക്കുവാനും അവരുടെ സ്വഭാവം നിരീക്ഷിക്കുവാനും പറ്റിയ സ്ഥലം കൂടിയാണിത്. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആനകളുടെ അടുത്തോട്ട് പോയുള്ള കളിയൊന്നും പാടില്ല. അത് എങ്ങനെ പ്രതികരിക്കും നമ്മൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ദൂരോട്ട് നിന്നതിനെ കണ്ട് ആസ്വദിക്കുകയാണ് നമുക്ക് പറ്റിയത്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ്. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. എന്നിരുന്നാലും രാവിലെ തന്നെ പോകുന്നതാണ് ഏറ്റവും അനുയോജ്യമെന്ന് പറയുന്നത്. നമ്മൾ വേറൊരു വഴിക്ക് പോയ വഴിക്കാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.